സ്വാഗതം. ഫസ്റ്റ് റൗണ്ട് നോക്കാം പ്രധാന വാർത്ത. പൂരാവശ്യത്തിൽ തൃശൂർ നഗരം. ഘടകപൂരങ്ങൾ വടക്കുന്നാഥന് മുന്നിൽ കൊട്ടിക്കയറി മടത്തിൽ വരവിന്റെ പഞ്ചവാദ്യം. ഇലഞ്ഞിത്തറ മേളം അല്പസമയത്തിനകം. വർണ്ണവിസ്മയമൊരുക്കുന്ന കുടമാറ്റം വൈകുന്നേരം 5-ന്. കേരളത്തിലെ 8 മണ്ഡലങ്ങളിൽ എല്ലാ ബൂത്തിലും വെബ്കാസ്റ്റിംഗ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമെന്ന് കമ്മീഷൻ ഹൈക്കോടതിയിൽ. കാസർഗോഡ് കല്യാശ്ശേരിയിൽ 92കാരുടെ വീട്ടിൽ വോട്ട് ചെയ്തത് CPM നേതാവെന്ന് പരാതി. 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ടയിലെ മോക്ക് പോളിംഗിൽ BJPക്ക് അധിക സ്ലിപ്പ് വന്നുവെന്ന ആക്ഷേപം. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നതെന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. അന്വേഷണമെന്ന് കേട്ടപ്പോൾ CPMൽ ആർക്കും ബോധം കെട്ടില്ല. ഭാരത് ജോഡോയ്ക്ക് ശേഷം രാഹുലിന് ഒരു മാറ്റവും വന്നിട്ടില്ല. രാഹുലിന് സംഘപരിവാർ മനസ്സ് വരുന്നത് എങ്ങനെയെന്നും മുഖ്യമന്ത്രി BJPയുടെ താരപ്രചാരകനായി മാറിയെന്ന് MM ഹസൻ. കേരള കോൺഗ്രസ് വിട്ട സജി മഞ്ഞക്കടമ്പലിന്റെ മോഹഭംഗമെന്ന് PJ ജോസഫ്. സജി NBA. ദുബായിൽ മഴക്കെടുതിയിൽ താറുമാറായ വിമാന സർവീസ് പൂർവ്വസ്ഥിതിയിലായില്ല. പ്രവർത്തനം നിയന്ത്രണങ്ങളോടെ. മഴക്കെടുതിയിൽ മരണം 4. പലയിടത്തും വെള്ളക്കെട്ട്. IPL ലക്നൌ ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. മത്സരം വൈകുന്നേരം 7:30. ISL ആദ്യ പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ നേരിടും. കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലും തകൃതിയായി തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഏതാണ്ട് രാവിലെ 7 മണി മുതൽ ഈ സമയം വരെയും എല്ലാ പോളിംഗ് ബൂത്തിലും വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിരാവിലെ മുതൽ തന്നെ 6:30 തന്നെ ആളുകൾ വിവിധ പോളിംഗ് ബൂത്തുകളിലെത്തി ക്യൂ നിൽക്കുകയും 7 മണിക്ക് വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോഴും സമാനമായ സാഹചര്യമാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉള്ളത്. കന്യാകുമാരി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് BJPയെയും കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ്. BJPയും വലിയ തോതിൽ ഇവിടെ ജയിച്ച് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷ BJPയും വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം ഈ മണ്ഡലം ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസും കാഴ്ചവെച്ചത്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് നിലവിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള വിജയ് വസന്താണ്. അതേസമയം മറുവശത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനാണ്. കന്യാകുമാരിയിൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള പ്രവർത്തനം തന്നെയാണ് DMKയും അതുപോലെ ഇന്ത്യ സഖ്യവും കോൺഗ്രസും എല്ലാം പുറത്തെടുത്തത്. അത്തരത്തിൽ ഈ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്രയും അധികം ആളുകൾ ഈ സമയത്തും വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ വിജയം തങ്ങൾക്കായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ മുന്നണികൾ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും ചൂട് അവഗണിച്ചും കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ബിജു മടവൂറിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ. കൊടും ചൂടിൽ തൃശൂർ പൂരം. വർണ്ണവാദ്യങ്ങളോടെ തൃശൂർ പൂരം പുരോഗമിക്കുകയാണ്. മഠത്തിൽ വരവിന്റെ പഞ്ചവാദ്യമേളമാണ് ഇപ്പോൾ. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം അല്പസമയത്തിനകം ആരംഭിക്കും. വൈകുന്നേരം 5 മണിക്കാണ് വർണ്ണക്കാഴ്ചയൊരുക്കുന്ന കുടമാറ്റം.
ആസിഫ് മുഹമ്മദ് ചേരുന്നു പൂരനഗരിയിൽ. നാസിഫ്, ഇതാണോ ഇലഞ്ഞിത്തറ മേളം? അജിത്ത്, ഇല്ല, ഇലഞ്ഞിത്തറമേള തുടങ്ങാനായിട്ടില്ല. ഇത് ഇപ്പോൾ നമുക്ക് അറിയാം, രാവിലെ ഈ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മറ്റ് ചെറുപൂരങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്, അതിന്റെ വരവ് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം മടത്തിൽ വരവാണ് ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. മടത്തിൽ വരവ് കൂടി പൂർത്തിയായതിനു ശേഷമാണ് നമുക്ക് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് പിന്നീട് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. ഏതായാലും ഇപ്പോൾ മടത്തിൽ വരവ് അതിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതാണ് പ്രധാനമായും പൂർത്തിയാകാനുള്ളത്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി തന്നെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം മറ്റ് 7 ഘടകപുരങ്ങളിൽ നിന്നുമുള്ള ഭഗവതിമാരും ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. അത് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ആ ഒരു ചടങ്ങുകൾ പൂർത്തിയാകും. അതോടൊപ്പം തന്നെ ഈ മടത്തിൽ വരവ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയും ചടങ്ങുകൾ പൂർത്തിയാകും. തിരുവമ്പാടി ഭഗവതിയുടെ തിരുമ്പ് ബ്രഹ്മസം മഠത്തിൽ നിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് മഠത്തിൽ വരവ്. ഈ എഴുന്നള്ളിപ്പിന്റെ തുടക്കത്തിലുള്ള പഞ്ചവാദ്യം അത് വളരെ പ്രസിദ്ധമാണ്. അത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് സാധാരണഗതിയിൽ ഒത്തുകൂടാറുള്ളത്. അതും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങൾ പൂർത്തിയാക്കി തൃശ്ശൂർ പൂരം മുന്നോട്ട് പോകുന്നു. ഇനി ഉച്ച കഴിഞ്ഞ് പ്രധാനപ്പെട്ട 2 ചടങ്ങുകളാണ് ഉള്ളത്. അതിൽ കുടമാറ്റം കാണാനാണ് വലിയ രീതിയിൽ ആളുകൾ തടിച്ചു കൊടുക്കുക. കുടമാറ്റത്തിൽ
നാട്ടിൽ വരവാണ് ഇപ്പോൾ സമാപിച്ചത്. പൂരം തുടരുകയാണ്. അരുണാചൽ പ്രദേശിൽ പോളിംഗിനിടെ വെടിവെപ്പ്. ലോക്ഡിംഗ് പൂമായോ മണ്ഡലത്തിലാണ് വെടിവെപ്പുണ്ടായത്. 20 പേർക്ക് പരിക്കേറ്റു. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ നടന്ന സ്ഫോടനത്തിൽ CRPF ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റത്. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി മണിപ്പൂരിലെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, എന്താണ് സംഭവം? അജിംസ്, അരുണാചൽ പ്രദേശിൽ പോളിംഗ് തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. 20 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ലോങ്ഡിംഗ് പുവാമായോ മണ്ഡലത്തിലാണ് ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ചില തീവ്രവാദ സംഘടനകളാണ് ഈ വെടിവെപ്പ് നടത്തിയതെന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അന്വേഷണം നടക്കുന്നതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരടക്കമുള്ള 20 ആളുകൾക്കാണ് പരിക്കേറ്റതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിന്ന ആളുകൾക്കും പരിക്കേറ്റതായിട്ട് ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ ബിജാപൂരിലും ഈ IED സ്ഫോടനം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ CRPF ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പോലീസ് ഏതായാലും വലിയ ജാഗ്രതയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരി അസ്ലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 8 മണ്ഡലങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കണ്ടെത്തിയ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്തുവെന്നും കമ്മീഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. ഓരോ നടപടികളും സുതാര്യമാക്കാൻ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്നും കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുള്ള കാര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിച്ച 311 ഇരട്ട വോട്ടിൽ 226 എണ്ണം നീക്കം ചെയ്തു. ബാക്കിയുള്ള 85 വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് സമയപരിധി അവസാനിച്ചിരുന്നുവെന്നും കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുണ്ട്. ആറ്റിങ്ങൽ, വടകര മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഹർജികൾ തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമെന്നും കമ്മീഷന്റെ മറുപടിയിലുണ്ട്. വടകര മണ്ഡലത്തിൽ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട UDF പ്രവർത്തകരുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് കമ്മീഷന്റെ മറുപടി. 2 ഹർജികളും ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. മീഡിയ 1 കൊച്ചി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ വീട്ടിലെ വോട്ടിൽ അട്ടിമറിയെന്ന് പരാതി. 92-കാരിയുടെ വോട്ട് ചെയ്തത് CPM നേതാവാണ് എന്നാണ് ആരോപണം. വോട്ടിങ്ങിനിടെ ബാഹ്യ ഇടപെടൽ തടയുന്നതിൽ വീഴ്ച വരുത്തിയ 5 ഉദ്യോഗസ്ഥരെ കണ്ണൂർ ജില്ലാ കലക്ടർ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങരുതെന്ന് MM ഹസൻ ആവശ്യപ്പെട്ടു. കല്യാശ്ശേരി എടക്കാടൻ വീട്ടിൽ 92-കാരി ദേവിയുടെ വോട്ട് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ നേരിട്ട് രേഖപ്പെടുത്തിയതാണ് വിവാദമായത്. ചുമതലയിലുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് CPM ഏജന്റ് വോട്ടിംഗ് പ്രക്രിയയിൽ നേരിട്ട് ഇടപെട്ടത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നു. സംഭവത്തിൽ 7 പോളിംഗ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ സസ്പെൻഡ് ചെയ്തു. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു മൈക്രോ ഒബ്സർവർ, ഒരു സിവിൽ പോലീസ് ഓഫീസർ, വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. CRPC 155 പ്രകാരം മജിസ്ട്രേറ്റിന് മുൻപാകെ കേസ് ഫയൽ ചെയ്തു. കല്യാശ്ശേരി മോഡൽ കള്ളവോട്ടിന് കേരളത്തിലുടനീളം സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കല്യാശ്ശേരിയിൽ ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടു 2 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇത് കേരളത്തിലുടനീളം ഉണ്ടാവാനിടയുള്ളതുകൊണ്ട് കല്യാശ്ശേരിയിൽ ചെയ്തതുപോലെ വളരെ ഗൗരവമായ കർശനമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകണം. ഇത്തരത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് പുതിയ ടീമിനെ നിയമിച്ചതായി കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. മീഡിയ 1 കാസർഗോഡ്. പത്തനംതിട്ട മണ്ഡലത്തിലും വോട്ടിംഗ് മെഷീനെതിരെ പരാതി. EVM-ൽ 9 വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ VVPAT-ൽ വന്നത് 10 സ്ലിപ്പ് എന്നാണ് ആരോപണം. UDF പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 17-ാം തീയതിയായിരുന്നു വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും കമ്മീഷൻ ചെയ്യുന്നതും മോക്ക് പോളിംഗും. കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ കോളേജിൽ വെച്ച് നടത്തിയ മോക്ക് പോളിംഗിൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ 36-ാം ബൂത്തിലെ മിഷനിലാണ് തകരാർ ആരോപിക്കുന്നത്. നോട്ടയടക്കം ആകെയുള്ള 9 വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ VVPAT-ൽ വന്നത് 10 സ്ലിപ്പ്.
അധികമായി വന്ന ഒരു സ്ലിപ്പ് BJPയുടെ താമര ചിഹ്നം. പരിശോധനയ്ക്കിടയിൽ ചെയ്ത ഒരു വോട്ടും കൈപ്പറ്റുക ചെയ്ത ഒരു വോട്ടും ആന ചിഹ്നത്തിന് ചെയ്ത മറ്റൊരു വോട്ടും, അങ്ങനെ 3 വോട്ടുകൾ താമരയ്ക്ക് കിട്ടി. അപ്പോൾ ഇത് EVM മെഷീനിൽ നടക്കുന്ന ടാമ്പറിങ്ങിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. എന്നാൽ സാങ്കേതിക തകരാറാണെന്നും അത് അപ്പോൾ തന്നെ പരിഹരിച്ചെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. വോട്ടിംഗ് മെഷീനുകൾ ഒരു പരിശോധന കൂടി നടത്തിയ ശേഷമേ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാവൂ എന്നാണ് UDF ആവശ്യം. മീഡിയ 1 പത്തനംതിട്ട. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുലിന് മാറ്റം വന്നു എന്നാണ് കരുതിയത്. എന്നാൽ മാറിയിട്ടില്ല. അന്വേഷണം എന്ന് കേട്ടപ്പോൾ CPM-ൽ ആരും ബോധം കെട്ടിട്ടില്ല. പാർട്ടിക്ക് പുറത്തുള്ളവർക്കെതിരെ കേസ് വരുമ്പോൾ കോൺഗ്രസ് അന്വേഷണ ഏജൻസികൾക്കൊപ്പം നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് സംഘപരിവാർ മനസ്സ് വരുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. അപ്പോൾ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ ഞാൻ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ BJPയുടെ താരപ്രചാരകനായി മാറിയെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരരുത് എന്നാണ് പിണറായിയുടെ ആഗ്രഹം. പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് BJP-CPM അന്തർധാരയുടെ ഭാഗമാണെന്നും ഹസൻ ആരോപിച്ചു. ഭയമില്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും, മുഖ്യമന്ത്രിയെ മാത്രമല്ല മകളും അഴിമതിക്കാരാണ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് ഇതുവരെ മുഖ്യമന്ത്രി ഒരു മറുപടിയും പറയാത്തത് ഈ BJP-CPM അന്തർധാരയുടെ ഗുണഫലം അനുഭവിക്കേണ്ടി വരുന്ന ആൾ എന്ന നിലയ്ക്കാണ്. KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണ കേസിൽ തന്നെ വലിച്ചിഴയ്ക്കുന്നത് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന് ഷാഫി പറമ്പിൽ. തന്റെ പേര് ഉന്നയിക്കുന്നതിനെ നിയമപരമായി നേരിടുമെന്നും ഷാഫി പറമ്പിൽ മീഡിയ വണ്ണോട് പറഞ്ഞു. KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ബാലുശ്ശേരിയിലെ കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെതിരെയാണ് പുതിയ കേസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നിരവധി വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കാനുള്ള തനിക്ക് ചിത്രം മോർഫിംഗ് ചെയ്യാനോ അതിന് പിന്നാലെ നടക്കാനോ സമയമില്ലെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. തന്റെ പേര് കേസിൽ വലിച്ചഴിക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. ഒന്നും ഞാൻ മനസ്സറിഞ്ഞ ഒരു കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തിട്ട് എനിക്കൊരു ഗുണമില്ലാത്ത കാര്യം ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പിന്നിലെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യലാണ്. ഇപ്പം ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ചയിൽ നിൽക്കരുതെന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറകിലാണ് അത് പറയുന്നത്. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗവും നൽകുന്ന പരാതിയിലും കേസെടുക്കണമെന്നാണ് തന്റെ നിലപാടെന്നും ഷാഫി പറഞ്ഞു. എല്ലാ പുറത്തുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ നടപടി എടുക്കണം. രമ്യ ഹരിദാസിന്റെ കമന്റുകൾ നിങ്ങൾ വായിച്ചോ? ഇതിലൊരാരെങ്കിലും അവർ കേസ് എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതെന്താ ഒരു സൈഡിൽ മാത്രം മതിയോ ഇത്? അതിനിടെ KK ശൈലജയ്ക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന പരാതിയിൽ കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് പുതിയ കേസെടുത്തു. ബാലുശ്ശേരിയിലെ പഞ്ചായത്ത് മെമ്പറും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഹരീഷ് നന്ദനത്തിനെതിരെയാണ് കേസ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് ജാമ്യത്തിൽ വിട്ടു. ഇതോടെ KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണ പരാതിയിലെടുത്ത കേസുകളുടെ എണ്ണം 5ആയി. മീഡിയ 1 കോഴിക്കോട്. സജി മഞ്ഞക്കടമ്പിലിന്റെ മോഹഭംഗമാണ് എന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. സജി പോയത് പാർട്ടിക്ക് ഗുണമായെന്നും PJ ജോസഫ് മീഡിയ 1 ബിഗ് ഫൈറ്റിൽ പറഞ്ഞു. സജി ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ്. എതിരാളിയുടെ ചിഹ്നം ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിന് തടസ്സമാകില്ലെന്നും ജോസഫ് മീഡിയ 1 പറഞ്ഞു. അതൊരു വിഷയമല്ല, ഒന്നും ഒരിടത്ത് വീശിയിട്ടില്ല. വർദ്ധിച്ച ആവേശത്തോടുകൂടി പുതിയ ആൾ രംഗത്തേക്ക് വന്നു. നമുക്ക് ഗുണമായിട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ അത്. കാരണം നിർജീവമായി നിന്ന പല ആളുകൾ സജീവമായി രംഗത്ത് വന്നിരിക്കും. അതൊക്കെ ചില മോഹഭംഗങ്ങളൊക്കെ ആയിരിക്കും. ജനഹൃദയങ്ങളിൽ ചെല്ലുന്ന ചെയ്യുന്നു ഞങ്ങളുടെ ഓട്ടോറിക്ഷയുമായി പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങളിലേക്ക് ചെല്ലാൻ കഴിയുന്നു. കോട്ടയത്ത് രാജിവെച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് സജി മഞ്ഞക്കടമ്പിൽ പുതിയ പാർട്ടി രൂപീകരിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിലാണ് പുതിയ പാർട്ടി. സജി മഞ്ഞക്കടമ്പിലാണ് പാർട്ടിയുടെ ചെയർമാൻ. NDAയുടെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുമെന്ന് സജി പറഞ്ഞു. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി യോഗത്തിനെത്തിയിരുന്നു. കേരള കോൺഗ്രസുകാരനായി ജനിച്ച് ജീവിച്ച തനിക്ക് കേരള കോൺഗ്രസുകാരനായി തന്നെ മരിക്കണം.
അതിനാണ് പുതിയ പാർട്ടി രൂപീകരിച്ചതെന്നും സജി പറഞ്ഞു. വർണ്ണവാദ്യമേളങ്ങളോടെ തൃശൂർ പൂരം പുരോഗമിക്കുകയാണ്. മഠത്തിൽ വരവിന്റെ പഞ്ചവാദ്യമേളമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. വൈകിട്ട് 5 മണിക്കാണ് വർണ്ണക്കാഴ്ചയൊരുക്കുന്ന കുടമാറ്റം നടക്കുക. പൂരവിശേഷങ്ങൾക്കായി ആസിഫ് മുഹമ്മദിലേക്ക് പോവുകയാണ്. ആസിഫ്, മഠത്തിൽ വരവിനോടനുബന്ധിച്ചുള്ള പഞ്ചവാദ്യമേളം അവിടെ അവസാനിച്ചു. പ്രത്യേകിച്ച് ഈ പൂരം എന്ന് പറയുമ്പോൾ ഇലഞ്ഞിത്തറ മേളം കൂടെ തുടങ്ങുമ്പോഴാണ് പൂരാവേശം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കൊട്ടിക്കയറുന്നത്. ഇനി ഇലഞ്ഞിത്തറ മേളത്തിനായി എത്ര സമയം കാത്തിരിക്കണം? ഇലഞ്ഞിത്തറ മേളത്തിനായി നമ്മൾ അധിക സമയം കാത്തിരിക്കേണ്ടതില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏകദേശം ഒരു 15-20 മിനിറ്റുള്ള തന്നെ ഇലഞ്ഞിത്തറ മേളം ഒരുപക്ഷെ ആരംഭിക്കാൻ കഴിഞ്ഞേക്കും. ഇപ്പോഴും മഠത്തിൽ വരവ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ ബ്രഹ്മസമ്പടത്തിൽ നിന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് മഠത്തിൽ വരവ്. ഈ എഴുന്നള്ളിപ്പിന്റെ ഭാഗമായുള്ള പഞ്ചവാദ്യം അത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരുന്നത്. ആ പഞ്ചവാദ്യം അടക്കം ആസ്വദിച്ചുകൊണ്ട് ആളുകൾ ആ പൂരത്തിന്റെ ആവേശത്തിനൊപ്പം ഇപ്പോഴും നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ ഘടക പൂരകളുടെ പുറപ്പെടലും അതിന്റെ വരവോടും കൂടിയാണ് ആ തൃശ്ശൂർ പൂരം അതിന്റെ ചടങ്ങുകളിലേക്ക് കൂടുതലായും പ്രധാന ചടങ്ങുകളിലേക്ക് കടന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. രാവിലെ കണിമംഗലം ശാസ്താവാണ് ആദ്യം പുറപ്പെട്ടത്. അതിന് പിന്നാലെ മറ്റ് 7 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാർ ഇത്തരത്തിൽ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കാരമുക്ക് ഭഗവതിയും ചൂരക്കോടുകാവ് ഭഗവതിയും നെയ്തലക്കാവ് ഭഗവതിയും ലാലൂർ ഭഗവതിയും പനക്കപ്പള്ളി ശാസ്താവും അയ്യന്തോൾ കാർത്തിയാരി ഭഗവതിയും ചെമ്പൂക്കാവ് ഭഗവതിയും അടക്കമുള്ളവർ അത്തരത്തിൽ ചെറുപൂരങ്ങൾ അവതരിപ്പിച്ച ഇത്തരത്തിൽ എന്തായാലും വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ആ ഒരു ഘടകക്ഷേത്രങ്ങളുടെ വരവ് പൂർത്തിയായി. അതോടൊപ്പം തന്നെ മഠത്തിൽ വരവിന്റെ ചടങ്ങുകളും അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇലഞ്ഞിത്തറ മേളം നടക്കേണ്ടതുണ്ട്. ഇലഞ്ഞിത്തറ മേളം മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. അതിനുശേഷമാണ് കുടമാറ്റത്തിലേക്ക് കടക്കുക. കുടമാറ്റത്തിൽ പാറമേക്കാവ് വിഭാഗത്തിന് ഗുരുവായൂർ നന്ദനും തിരുവമ്പാടി വിഭാഗത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരനും തിടമ്പേറ്റും. ഇരു വിഭാഗങ്ങളിലും 15 ആനകൾ വീതം അണിനിരക്കുന്ന കുടമാറ്റത്തിൽ നിരവധി സസ്പെൻസുകൾ ഇത്തവണയും ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ആവേശമാണ് പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്. തരും പൂരത്തിന് ഉയർത്താനുള്ള കുടകൾ, സസ്പെൻസ് നിറഞ്ഞ കുടകൾ അടക്കം ഇപ്പോൾ ഈ ഒരു ക്ഷേത്ര മൈതാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് എന്താണ് എന്നറിയാൻ നമുക്ക് സ്വാഭാവികമായും ഇനി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ പൂരത്തിന്റെ പൂർണ്ണമായുള്ള ആവേശത്തിലേക്ക്
തൃശ്ശൂർ കടന്നിരിക്കുകയാണ്. അതിന്റെ എല്ലാ സുഗമമായ നടത്തിപ്പിനും ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളടക്കം എല്ലാം പൂർത്തിയായി. ഇപ്പോൾ പൂരം അതിന്റെ ആവേശത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. മടത്തിൽ വരവ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇനി ഇലഞ്ഞിത്തറ മേളത്തിന്റെ ആസ്വാദനത്തിനൊപ്പം വൈകുന്നേരം കുടമാറ്റം കൂടിയാകുമ്പോഴേക്കും പൂരത്തിന്റെ ആസ്വാദനം പുതിയ തലങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും പൂരാസ്വാദനത്തിന്റെ മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ മടത്തിൽ വരവിനോടനുബന്ധിച്ചുള്ള പഞ്ചവാദ്യ മേളം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇലഞ്ഞിത്തറ മേളത്തിനായി കാത്തിരിപ്പാണ്. ഏതാണ്ട് ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. പിന്നീട് കുടമാറ്റം, വെടിക്കെട്ട്, അങ്ങനെ നിരവധി കാഴ്ചകൾ ഇനിയും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ആ കാഴ്ചകളിലൊക്കെ മടങ്ങിയെത്താം. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്.